ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് അഭിനയിച്ച പവി കെയർടേക്കർ എന്ന ഏറ്റവും പുതിയ സിനിമയെ കുറിച്ചുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് റിലീസ് ചെയ്ത ദിലീപേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയാണ് പവി കെയർടേക്കർ. സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട യുവ നടനായ വിനീത് കുമാറാണ്. ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് അദ്ദേഹത്തെ നടനായി പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സംവിധാന സംരംഭമാണ് ഇത്. ഈ പവി കെയർടേക്കർ എന്ന സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ ഇറങ്ങിയ ദിലീപ് സിനിമകളിൽ വെച്ച് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറയാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വോയിസ് ഓഫ് സത്യനാഥൻ, തങ്കമണി, ബാന്ദ്ര പോലുള്ള തട്ടുപൊളിപ്പൻ സിനിമകളെ ഈ അടുത്തിടെ ഇറങ്ങിയ അദ്ദേഹത്തിന്റെ 3 സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഈ പവി കെയർടേക്കർ എന്ന സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അവതരിപ്പിക്കുന്ന പവിത്രൻ എന്ന കഥാപാത്രം, പവി എന്നാണ് അദ്ദേഹത്തിന് എല്ലാവരും വിളിക്കുന്നത്. ഈ കഥാപാത്രം ഒരു വലിയ ഒരു ഫ്ളാറ്റിന്റെ കെയർടേക്കറാണ്, നൈറ്റ് സെക്യൂരിറ്റി കൂടിയാണ്. ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന സ്ത്രീകളും അവിടെ ജോലി എടുക്കുന്ന സ്ത്രീകളും അവിടേക്ക് പല ആവശ്യങ്ങൾക്കായി വന്നു പോകുന്ന സ്ത്രീകളും പിന്നെ അദ്ദേഹം പുറത്തു വെച്ച് പരിചയപ്പെടുന്ന സ്ത്രീകളൊക്കെ ആയിട്ട് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ, ഏകദേശം ഒരു 5 സുന്ദരികളായ നായികമാരെ നമുക്ക് ഈ സിനിമയിലൂടെ സംവിധായകൻ പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. ഈ പവിയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ചില സ്ത്രീ കഥാപാത്രങ്ങൾ. പെട്ടെന്ന് സുപ്രഭാതത്തിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അജ്ഞാത കാമുകി നമ്മുടെ പവിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കത്തിലൂടെ മാത്രം പവിയുമായി സംവദിക്കുന്ന, തന്റെ മുഖം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, ഏതെല്ലാം രീതിയിൽ പവി ആ സ്ത്രീയെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവളെ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രം. പക്ഷെ നേരത്തെ കാണിച്ച ആ 5 പേരിൽ ആരോ ഒരാളാണ് ആ സുന്ദരി. ആ 5 പേരിൽ ആരാണ്? ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ഒരുപാട് സിനിമകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നില്ലേ? ഈവൻ സമ്മർ ഇൻ ബത്ലഹേം തുടങ്ങിയ സിനിമകൾ വരെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു വരും. ഇത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ പ്ലോട്ട് ആയാലും അതിലേക്ക് കൂട്ടിച്ചേർത്ത രംഗങ്ങളായാലും എല്ലാം തന്നെ നമുക്ക് മുമ്പ് ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ കണ്ട് പരിചയിച്ച ഒരു പശ്ചാത്തലം പോലെ തോന്നും. എല്ലാ സീനുകൾക്കും നമുക്ക് ഏതെങ്കിലും ഒരു പഴയ സിനിമയുമായിട്ട്, ദിലീപിന്റെ തന്നെ പല സിനിമകളുമായിട്ട് നമുക്ക് ഒരു കൂട്ടിയോജിപ്പിച്ച് വായിക്കാൻ തോന്നും. അതാണ് ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയൊരു ന്യൂനത എന്ന് പറയുന്നത്. അതായത് ദിലീപിന്റെ തന്നെ റിംഗ് മാസ്റ്റർ, പിന്നെ ബോഡി ഗാർഡ്, ഇപ്പോൾ ഇതുപോലുള്ള സിനിമകളുണ്ടല്ലോ. ഈ സിനിമകളിലേക്ക് നമ്മുടെ മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമകളൊന്നായ നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ഒപ്പം എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം, ആ ഒരു ലാലേട്ടന്റെ കഥാപാത്രം ഉണ്ടല്ലോ, അതിന്റെ പശ്ചാത്തലം എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഒരു ഉപകഥയായിട്ട് അല്ലെ നമ്മുടെ ഈ ബോഡി ഗാർഡിന്റെ കഥ കൊടുത്ത് അതിലേക്ക് കുറെ നമ്മുടെ ഈ ദിലീപേട്ടൻ തന്നെ പല സിനിമകളായിട്ടുള്ള ഈ പറക്കും തളിക, പിന്നെ CID മൂസ പോലുള്ള സിനിമകളിലെ കുറെ രംഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഒരു അവിയൽ പരുവമായിട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ന്യൂനത അത് തന്നെയാണ്. പിന്നെ ഈ ഒരു വിന്റേജ് ദിലീപേട്ടനെ തിരികെ കൊണ്ടുവരാൻ സംവിധായകൻ വിനീത് കുമാറും ദിലീപേട്ടൻ തന്നെയും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് പഴയ ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഈ പ്രായക്കൂടുതൽ കൊണ്ടോ മറ്റോ ആയിരിക്കാം, അത് അദ്ദേഹത്തിന്റെ മുഖത്തും ബോഡി ലാംഗ്വേജിലും അതിന്റെ ആ പ്രായത്തിന്റേതായിട്ടുള്ള അസ്ക്യത നയലിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ആ ഒരു പഴയ ഒരു ദിലീപേട്ടന്റെ കണക്ടിവിറ്റി നമുക്ക് എവിടേക്കോ കിട്ടാതെ പോകുന്നുണ്ട്. 5 പുതിയ നായികമാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ സംവിധായകൻ ഒരു വലിയ ഒരു ബുദ്ധിക്ക് കളിക്കാന്നൊക്കെ പറയില്ല, അതുപോലെ എന്തൊക്കെയോ പുള്ളി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അത് പല കാര്യങ്ങളും ചീറ്റിപ്പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഈ 5 പേരിൽ ആരായിരിക്കും ഈ പവിയുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ പോകുന്ന ആ ഒരു പ്രധാനപ്പെട്ട നായിക എന്ന് നമ്മളെ ഊഹിക്കാൻ വിടുന്നു. ഊഹിക്കുന്ന സമയത്ത് നമുക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ഒരു ട്വിസ്റ്റുകളും മറ്റും പുള്ളി തരാൻ ശ്രമിക്കുന്നു. അത് പുള്ളിയുടെ ഭാഷയിൽ പറഞ്ഞതൊക്കെ വലിയ ട്വിസ്റ്റുകളാണ്. പക്ഷെ എന്തോ നമ്മുടെ മലയാളി പ്രേക്ഷകര് കുറെ കൂടി ഷാർപ്പ് ആയതുകൊണ്ടും ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ലല്ലോ. എല്ലാവരും ഒരുപാട് ഇന്റർനാഷണൽ സിനിമകളൊക്കെ മറ്റും കണ്ടിട്ട് ഒരുപാട് സിനിമയുടെ എല്ലാ പഞ്ചും മനസ്സിലാക്കിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തൊന്നും ഈ വക ട്വിസ്റ്റുകളോ ഈ വക വലിയ സർപ്രൈസുകളോ ഒന്നും വില പോകുന്നില്ല. കാരണം ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ്, അതായത് ഈ നായിക ആരാണ് ഇയാളുമായിട്ട് സംവദിക്കുന്ന ഈ 5 പേരിൽ ആരാണ് ഇയാൾക്ക്, നമ്മൾ പണ്ട് സമ്മർ ഇൻ ബത്ലഹേമില് ആരാണ് പൂച്ചക്കുട്ടിയെ അയച്ചതെന്നുള്ള കാര്യം നമുക്ക് ഇന്നും ഒരു വലിയ ഒരു സമസ്യയാണ്. പലരും പല കോൺസെപ്റ്റുകളും പല തിയറികളും പറയുന്നുണ്ടെങ്കിലും അത് ആരാണെന്നുള്ള കാര്യത്തിന് സംവിധായകനും തിരക്കഥാകൃത്തും വരെ ഇന്ന് വരെ ഒരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല, നമുക്കും ഗസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഈ സിനിമയിൽ ആരായിരിക്കും ആ കഥാപാത്രം
അല്ലെങ്കിൽ നായകനോട് കത്തിലൂടെ സംവദിക്കുന്ന ആ നായിക ആരായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഏതാണ്ട് ഇന്റർവെല്ലിന് മുമ്പേ തന്നെ തീരുമാനിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഇന്ന ആളായിരിക്കുന്നത്. ക്ലൈമാക്സിൽ അതേ ആൾ തന്നെയാണ് സംവിധായകൻ എന്തോ വലിയ സർപ്രൈസ് പോലെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പ് നിർത്തുന്നത്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു പഞ്ചും തോന്നുന്നില്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ ഈ കുറ്റാന്വേഷണ സിനിമകളിലൊക്കെ ചില സംവിധായകർ കാണിക്കാറുണ്ട്, അവര് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടറിനെ നമ്മുടെ മുന്നിൽ കൊടുത്തിട്ട് എന്തോ ഒരു വലിയൊരു സർപ്രൈസ് പോലെ അവതരിപ്പിക്കും. അയാളിങ്ങനെ സർറഗേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ക്ലൈമാക്സിൽ കൊടുക്കുന്നതാണ് ഇയാളാണ് എല്ലാം ചെയ്തതെന്നുള്ള രീതിയിൽ നിന്ന് അവതരിപ്പിക്കാറില്ലേ. അതേ രീതിയിലുള്ള ഒരു അവതരണ ശ്രമം വിനീത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരുപാട് സിനിമകൾ കാണുന്നതാണ്, ഒരുപാട് ട്വിസ്റ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കിളി പറത്തുന്ന ഒരുപാട് ട്വിസ്റ്റുകൾ കണ്ടു കഴിഞ്ഞ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ ട്വിസ്റ്റുകളോ സർപ്രൈസുകളോ ഒന്നും തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സംഭവമായി നമുക്ക് തോന്നുന്നില്ല. എല്ലാം ഇങ്ങനെ ഒരു നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ വിനീത് കുമാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നമുക്ക് ഈ നടൻ ദിലീപിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, അദ്ദേഹത്തിന് ഇപ്പൊ കഴിഞ്ഞ കുറെ സിനിമകൾ, അദ്ദേഹത്തിന്റെ ഈ സിനിമ ട്രാജക്ടറി ഇപ്പൊ അവസാനത്തെ ഇറങ്ങിയ സിനിമകളൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്, അദ്ദേഹത്തിന്റെ ഏറ്റവും പുഷ്കലമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു 90s ലാസ്റ്റ് മുതൽ പിന്നെ ഇങ്ങോട്ട് 2000 ശേഷമുള്ള ഒരു 10 വർഷം. ആ സമയമായിരുന്നു ദിലീപിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് വർഷം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഒരു കാലഘട്ടം, ആ സീസണിൽ നിന്ന് ഇപ്പോഴും 2024 വണ്ടി കിട്ടാത്ത ഒരു പ്രശ്നം ദിലീപിനുണ്ടോ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടായിരുന്നു. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അത് വീണ്ടും തോന്നുകയാണ്. ഈ സിനിമയുടെ ഒരു ടോട്ടാലിറ്റി നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് കണ്ടിരിക്കാവുന്ന സിനിമയാണ്, പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടും. കുടുംബ പ്രേക്ഷകർക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു പട്ടിയും കുട്ടിയും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കുട്ടികൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നല്ല സിനിമ കാണുന്ന, പ്രത്യേകിച്ച് തിയേറ്ററിൽ സിനിമ വിജയിപ്പിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മളെ യൂത്ത് ഓഡിയൻസ്, നമ്മുടെ ഈ ആവേശം പോലുള്ള സിനിമകളൊക്കെ വിജയിപ്പിച്ച, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു പോലുള്ള സിനിമകളൊക്കെ വിജയിപ്പിച്ച ഒരു ഓഡിയൻസ് ഉണ്ട്. ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഇന്നത്തെ കാലത്ത് ഒരു സിനിമയുടെ തിയേറ്റർ വിജയം തീരുമാനിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എത്രത്തോളം അപ്പീലിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. അവർക്ക് അപ്പീസ് ചെയ്യുന്ന ഒന്നും തന്നെ ഈ സിനിമയിൽ കാര്യമായിട്ടില്ല. എല്ലാം ഒരു എന്താ പറയുക, ഒരു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ പോലുമല്ല, പഴകി തെളിഞ്ഞ് ദ്രവിച്ച രീതിയിൽ തന്നെ വീണ്ടും കുപ്പിയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പോരായ്മ ഈ സിനിമയ്ക്ക് ഉണ്ട്. ഒരുപക്ഷെ OTT ഇറങ്ങിയാൽ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നു കൊണ്ട് കാണുമ്പോൾ, കുടുംബത്തെ ഒന്നായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. തിയേറ്ററിൽ എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു അബവ് ആവറേജ് മൂവി ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ റീസെന്റ് ഇറങ്ങിയ ദിലീപ് സിനിമകളെ കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ അതിൽ ബെറ്റർ ആണ്. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ ദിലീപിന്റെ ഏറ്റവും നല്ല കാലഘട്ടമായ കല്യാണരാമൻ പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, പഞ്ചാബി ഹൗസ്, കല്യാണരാമനൊക്കെ ഇറങ്ങിയ പോലത്തെ ആ ഒരു സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. അതിന്റെ ക്ലൈമാക്സും ട്വിസ്റ്റുകളൊക്കെ വലിയ സംഭവമായി നമുക്ക് തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റിൽ, ഇപ്പോഴത്തെ ഒരു ടെംപ്ലേറ്റിൽ ഈ പടം നമുക്ക് ഒട്ടും തന്നെ നമുക്ക് ഈ ഒരു കാലത്തിന് സ്യൂട്ട് ആകുന്നില്ല. നമുക്കൊരു വലിയൊരു ആസ്വാദ്യകരമായ സംഭവമായി നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 3 ഫിലിമുകൾ ഫ്ലോപ്പ് ആയതുകൊണ്ട് മാത്രം ഈ ഫിലിം നമ്മൾ നോക്കുമ്പോൾ തമ്മിൽ പേരും തൊമ്മൻ എന്ന രീതിയിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയി തോന്നുന്നുണ്ടെന്ന് മാത്രം. എന്തായാലും വല്ലാണ്ട് ബോർ അടുപ്പിച്ചിട്ടില്ല. കുറച്ച് ഇടയ്ക്ക് 1-2 സ്ഥലത്ത് കുറച്ച് ഒരു ലാഗിങ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് അങ്ങോട്ട് ബോർ അടുപ്പിക്കാണ്ട് വലിയ മോശം പറയാത്ത രീതിയിൽ തന്നെ സംവിധായകൻ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ കൊണ്ടുപോയി അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും പുതുമയില്ല, ഒരു സീനിൽ ഒരു പുതുമയില്ല. കുറെ ക്ലീശേ രംഗങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട്. നമ്മളിങ്ങനെ പറയാറില്ലേ, ക്രിഞ്ച് എന്നൊക്കെ തോന്നാവുന്ന ദിലീപ് സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരുപാട് ഈ തമാശകളിലൊക്കെ കെട്ടിക്കൂട്ടിയ കോമഡി എന്നൊക്കെ പറയും. കുറച്ച് നമ്മൾ കിച്ചൺ കോമഡികൾ ഉണ്ടാവും. കിച്ചണിൽ എന്തോ ഒരു പൂച്ചയോ പട്ടിയോ ഓടിക്കുന്ന സമയത്ത് തലയിലൂടെ മഞ്ഞപ്പൊടി വീഴുന്നു, മല്ലിപ്പൊടി വീഴുന്നു, അതുപോലത്തെ ഒരുപാട് തമാശകൾ കൂട്ടിക്കലർത്തി വെറുതെ വികൃതമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. എനിവേ ടോട്ടാലിറ്റി നോക്കുന്ന സമയത്ത് ഒരു അബവ് ആവറേജ് സിനിമ. കുടുംബ പ്രേക്ഷകർക്ക് കുട്ടികളുടെ കൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് തമാശ രംഗങ്ങളും അതിന്റെ കൂടെ നമ്മുടെ ചില ഈ പട്ടിയൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ആനിമൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ ദിലീപ് ഒരു പരിധി വരെ അദ്ദേഹത്തിന്റെ പഴയ ആ മാനറിസങ്ങളും ബോഡി ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% വിജയിച്ചിട്ടില്ല. പക്ഷെ എവിടേക്കോ അതിന് പഴയ ദിലീപിന്റെ ഒരു മിന്നാട്ടം വന്നു പോകുന്നുണ്ട്. എനിവേ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം മാത്രമാണ്, ഒരു അവസാന ജഡ്ജ്മെന്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവാം. സിനിമ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക കാണാൻ വേണ്ടതെന്ന്. എനിവേ താങ്ക് യു. നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.